നമ്മൾ നമ്മുടെ സമ്മറിയുടെ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് അല്ലേ. അതിനുശേഷം ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ തന്നെ ഒരു ഷോർട്ടസ്റ്റ് ഫോമിൽ എഴുതുന്ന മെത്തേഡും നമ്മളവിടെ പഠിച്ചു. പിന്നീട് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. നമ്മൾ നോർമൽ എഴുതുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ രണ്ട് എലമെൻറ്റുകളുടെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. പിന്നെ അവിടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു എലമെൻറ്റിൻ്റെ ഗ്രൂപ്പും പീരീഡും കണ്ടെത്തുന്ന മെത്തേഡ് അതാണ് അല്ലേ. അതിൽ നമ്മൾ ഒരു എലമെൻറ്റിൻ്റെ പീരീഡ് കണ്ടെത്തുന്ന മെത്തേഡ് എല്ലാ ബ്ലോക്കിലെ എലമെൻറ്റ്സിനും എന്താണ് സെയിം ആണ് അല്ലേ. സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ ബ്ലോക്കിലെ എലമെൻറ്റ്സിൻ്റെയും പീരീഡ് നമ്മൾ കണ്ടെത്തുന്നത്. പക്ഷേ അവിടെ ഗ്രൂപ്പ് കണ്ടെത്തുന്നത് ഓരോ ബ്ലോക്കിലെ എലമെൻറ്റ്സിനും ഡിഫറെൻ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. എസ് ബ്ലോക്കിലെ എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് കണ്ടെത്തുന്ന മെത്തേഡല്ല നമ്മൾ പി ബ്ലോക്കിലെ എലമെൻറ്റ്സിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഡി ബ്ലോക്കിലെ എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് കണ്ടെത്തുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ 4 ബ്ലോക്കിലെ എലമെൻറ്റ്സുകളുടെയും കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് എസ് ബ്ലോക്കിലെ എലമെൻറ്റ്സിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. പക്ഷേ ഇതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് അയണൈസേഷൻ എനർജി. എന്താണ് അയണൈസേഷൻ എനർജി? എന്താണ് അയണൈസേഷൻ എനർജി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് 1 ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. Amount of energy required to remove 1 electron from the outermost shell of an atom. ഇതാണ് അയണൈസേഷൻ എനർജി. ഓക്കെ, എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് 1 ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. ഈ അയണൈസേഷൻ എനർജി എലമെൻറ്റിൻ്റെ സൈസിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എലമെൻറ്റിൻ്റെ സൈസിനനുസരിച്ച്, അതായത് സൈസ് കൂടുന്നതിനും അതുപോലെ തന്നെ സൈസ് കുറയുന്നതിനും അനുസരിച്ച് അയണൈസേഷൻ എനർജി എങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 2 ആറ്റങ്ങൾ വരയ്ക്കാം. എ എന്ന് പറയുന്ന ഒരു ആറ്റവും ബി എന്ന് പറയുന്ന ഒരു ആറ്റവും. ഇത് എ, ഇത് ബി. ഓക്കെ, ഇത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഈ നീല കളറിൽ വരച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് അല്ലേ. ഇത് ഈ ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലാണ് ഞാൻ ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത്. അതിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണാണ് ഇത് ഇലക്ട്രോണാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. അതുപോലെ തന്നെ ഇത് ബി എന്ന് പറയുന്ന ആറ്റം, അതിൻ്റെ ന്യൂക്ലിയസ് ആണിത്. ഇത് അതിൻ്റെ ഷെല്ല്, ആ ഷെല്ലിലുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണാണ് ഇത്. ഓക്കെ, ആറ്റത്തിൻ്റെ
സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി കുറയും. ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി കുറയും. ആസ് ആറ്റം സൈസ് ഇൻക്രീസസ് ionization energy decreases. As atom size increases, ionization energy decreases. ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ ആസ് ആറ്റം സൈസ് ഡിക്രീസസ് ionization energy will increase. അയണൈസേഷൻ എനർജി ആറ്റത്തിൻ്റെ സൈസിനനുസരിച്ച് മാറുന്നതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആറ്റത്തിൻ്റെ സൈസ് കൂടിയാൽ അയണൈസേഷൻ എനർജി കുറയും. ആറ്റത്തിൻ്റെ സൈസ് കൂടിയാൽ അയണൈസേഷൻ എനർജി കുറയും. അതുപോലെ ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞാൽ അയണൈസേഷൻ എനർജി കൂടും. ഓക്കെ, ഇതാണ് നമ്മുടെ അയണൈസേഷൻ എനർജി. ഇങ്ങനെയാണ് അയണൈസേഷൻ എനർജി ആറ്റങ്ങളുടെ സൈസിനനുസരിച്ച് വേരി ആകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്ന ആറ്റം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ബി എന്ന് പറയുന്ന ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, അതിൻ്റെ സെൻട്രൽ പോർഷൻ അല്ലേ. ഇതിനെന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ ഉണ്ടാവുക? യെസ്, അട്രാക്ഷൻ ആണല്ലേ ഉണ്ടാവുക. ഓപ്പോസിറ്റ് ചാർജസ് ആയതുകൊണ്ട് അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. ഈ ന്യൂക്ലിയസും, അതായത് നമ്മുടെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസും നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണും തമ്മിലുള്ള അകലം കൂടുകയാണെങ്കിൽ ഈ അട്രാക്ഷൻ എന്താകും? കുറയും. ബി എന്ന് പറയുന്ന ആറ്റത്തിൽ എ എന്ന് പറയുന്ന ആറ്റവുമായി ബി കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അകലം എന്താണ്? ബിയിൽ കൂടുതലാണ് അല്ലേ. എയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ ന്യൂക്ലിയസും ബിയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അകലം കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ബിയിൽ ഇതിൻ്റെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്താകും? അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും അല്ലേ. എയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞാൽ നമുക്ക് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ കുറച്ച് എനർജി അപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ നമുക്ക് കുറച്ച് എനർജി അപ്ലൈ ചെയ്താൽ മതി. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എനർജിയാണ് എന്ത്? അയണൈസേഷൻ എനർജി. അങ്ങനെയാണ് അയണൈസേഷൻ എനർജി സൈസിനനുസരിച്ച് വേരി ചെയ്യുന്നത്. ഇനി എ എന്ന് പറയുന്ന ആറ്റം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അകലം എന്താണ്? വളരെ കുറവാണ് അല്ലേ. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താകും? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി അപ്ലൈ ചെയ്യേണ്ടി വരും ഈ ഒരു ഇലക്ട്രോണിനെ, അതായത് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ കൂടുതൽ എനർജി അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞാൽ അയണൈസേഷൻ എനർജി കൂടും. അതായത് നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ട എനർജി കൂടും. ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ അയണൈസേഷൻ എനർജി കുറയും. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ട എനർജി കുറയും. ഇങ്ങനെയാണ് അയണൈസേഷൻ എനർജി സൈസിനനുസരിച്ച് വേരി ചെയ്യുന്നത്, ആറ്റത്തിൻ്റെ സൈസിനനുസരിച്ച് വേരി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തിരിക്കണം. അതുപോലെ അത് സൈസിനനുസരിച്ച് എങ്ങനെ മാറുന്നു. ആസ് ആറ്റം സൈസ് ഇൻക്രീസസ്, അയണൈസേഷൻ എനർജി ഡിക്രീസസ്.
ആസ് ആറ്റം സൈസ് ഡിക്രീസസ് അയണൈസേഷൻ എനർജി ഇൻക്രീസസ്. ഇതാണ് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. അതായത് എന്താണ് അയണൈസേഷൻ എനർജി, അതുപോലെ സൈസിനനുസരിച്ച് ആറ്റത്തിൻ്റെ സൈസിനനുസരിച്ച് അയണൈസേഷൻ എനർജി എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി, വാട്ട് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ആൻ ആറ്റംസ് എബിലിറ്റി ടു അട്രാക്ട് ദി ഷെയർഡ് പെയർഡ് ഇലക്ട്രോൺ. അങ്ങനെ പറഞ്ഞാൽ ഒരു ആറ്റത്തിന് ഷെയർഡ് ഇലക്ട്രോണെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, measure of an atoms ഒരു ആറ്റത്തിൻ്റെ എബിലിറ്റിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ആൻ ആറ്റംസ് എബിലിറ്റി ടു attract shared electrons towards it. Measure of an atom's ability to attract shared paired electrons towards it. Okay, ഒരു ആറ്റത്തിൻ്റെ എബിലിറ്റിയാണ് ഒരു ആറ്റത്തിന് ഷെയർഡ് പെയർഡ് ഇലക്ട്രോൺ, അതായത് ഷെയറിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഇലക്ട്രോണെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ്. അതിനെയാണ് നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്നൊരു ആറ്റവും അതുപോലെ ബി എന്ന് പറയുന്ന ഒരു ആറ്റവും, ഓക്കെ, എ എന്ന് പറയുന്ന ഒരു ആറ്റവും ബി എന്ന് പറയുന്ന ആറ്റവും കമ്പൈൻ ചെയ്ത് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടായെന്ന് വെച്ചോളി. ഇത് എയുടെ ഇലക്ട്രോണ്, അതുപോലെ ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് ബിയുടെ ഇലക്ട്രോൺ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എയിൽ നിന്നൊരു ഇലക്ട്രോണും ബിയിൽ നിന്നൊരു ഇലക്ട്രോണുമാണ് ഷെയർ ചെയ്ത് ഇവിടെ ഈ ഒരു ബോണ്ട് ഉണ്ടായിരിക്കുന്നത്. ഈ ബോണ്ട് എന്ത് ബോണ്ടായിരിക്കും? ഷെയർ ചെയ്തുണ്ടായിരിക്കുന്ന ബോണ്ട്, ഇലക്ട്രോണുകൾ തമ്മിൽ ഷെയർ ചെയ്തുണ്ടായിരിക്കുന്ന ബോണ്ട് എന്ത് ബോണ്ടായിരിക്കും? കോവാലൻ ബോണ്ടായിരിക്കും അല്ലേ? കോവാലൻ ബോണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഷെയർ ചെയ്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ബോണ്ടിൽ എയിൽ നിന്ന് ഒരു ഇലക്ട്രോണും ബിയിൽ നിന്ന് ഒരു ഇലക്ട്രോണുമാണുള്ളത്. ഈ ഷെയർഡ് ഇലക്ട്രോണിനെ, അതായത് എയുടെ ഇലക്ട്രോണിനെയും ബിയുടെ ഇലക്ട്രോണിനെയും, ഷെയറിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എയുടെ ഇലക്ട്രോണും ബിയുടെ ഇലക്ട്രോണിനെയും എ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. എ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അതായത് എ എന്ന് പറയുന്ന ആറ്റത്തിന് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള ഈ രണ്ട് ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാൻ, അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ എ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഇനി അഥവാ ബി ആണ് ഈ രണ്ട് ഇലക്ട്രോണുകളെയും, അതായത് ഷെയറിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഷെയർഡ് പെയർഡ് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നത് ബി ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബി ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ബി ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഷെയറിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ്, ഒരു ആറ്റത്തിൻ്റെ കഴിവ്. ഒരു ആറ്റത്തിന് ഷെയറിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഇലക്ട്രോണുകളെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. നിങ്ങൾ അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. വാട്ട് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി? അടുത്തതായി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് വാട്ട് ഈസ് വാലൻസി. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇനി ഓർത്തിരിക്കേണ്ടത് വാലൻസി. വാലൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ ലോസ് ഓർ ഗെയിൻ ടു അറ്റൈൻ ഒക്റ്ററ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യുവാൻ വേണ്ടി ഒന്നുകിൽ ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുക,
ലോസ് ചെയ്യുന്നതോ ഗെയിൻ ചെയ്യുന്നതോ ആയ ഇലക്ട്രോണുകളുടെ എണ്ണം, അതാണ് ഒരു ആറ്റത്തിൻ്റെ വാലൻസി. ഓക്കെ, amount of electron loss or gain to attain octet number of electrons, അല്ലെങ്കിൽ 8 ഇലക്ട്രോണെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അറ്റൈൻ ചെയ്യാൻ ഒന്നുകിൽ ആ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വാങ്ങുന്നതോ ആയ ഇലക്ട്രോണുകളുടെ എണ്ണം, അതാണ് നമ്മുടെ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാം, അങ്ങനെ പറയാം. amount of electron loss or gain to attain a stable configuration, അങ്ങനെ പറയാം നമുക്ക് വാലൻസി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ എക്സാമ്പിളാണ് സോഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s1 എന്നാണ് എഴുതുക. അതായത് ഒന്നാമത്തെ ഷെല്ലാണിത്, അതിൽ 2 ഇലക്ട്രോണ്, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണ്, മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണ്. ഇവിടെ ഈ മൂന്നാമത്തെ ഷെല്ലിലെ ഈ ഒരു ഇലക്ട്രോണ് സോഡിയത്തിന് ലോസ് ചെയ്താൽ 2,8 എന്നുള്ള സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്താകും, അറ്റൈൻ ചെയ്യും. അപ്പോൾ സോഡിയത്തിന് 2,8 എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ ലോസ് ചെയ്യേണ്ട ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഡിയത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇത് ലോസ് ചെയ്യുന്ന കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഗെയിൻ ചെയ്യുന്ന കേസ് നോക്കാം. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഫ്ലൂറിൻ, അറ്റോമിക് നമ്പർ 9, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5 അല്ലേ. ഇത് ഒന്നാമത്തെ ഷെല്ല്, അതിൽ 2 ഇലക്ട്രോണ്, ഇത് രണ്ടാമത്തെ ഷെല്ല് 7 ഇലക്ട്രോണ് അല്ലേ. ഇതിന് ഈ 7 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോണും പാടെ ലഭിച്ചാൽ എന്താകും, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും. അപ്പോൾ ഇതിന് 1 ഇലക്ട്രോണും പാടെ ലഭിച്ചാൽ സ്റ്റേബിൾ ആയിട്ടുള്ള 2,8 എന്നുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഈ 2,8 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ അറ്റൈൻ ചെയ്യുവാൻ വേണ്ടി ഫ്ലൂറിന് ആവശ്യമായ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മുടെ ഫ്ലൂറിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഫ്ലൂറിൻ്റെ വാലൻസി 1 ആണ്. ഇതാണ് ലോസ് ചെയ്യുന്ന കേസാണ് മേലെ ഈ പറഞ്ഞിട്ടുള്ളത്, ഇത് ഗെയിൻ ചെയ്യുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ ലോസ് ഓർ ഗെയിൻഡ് ടു അറ്റൈൻ ഒക്ടറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ടു അറ്റൈൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഓക്കെ, എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ ലോസ് ഓർ ഗെയിൻ ടു അറ്റൈൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഇത്തരം ടേമുകളാണ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യം അയണൈസേഷൻ എനർജി, പിന്നെ പറഞ്ഞത് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇപ്പോൾ ഇതാ വാലൻസിയും. അപ്പോൾ ഈ 3 ടേമും നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് ടേമുകൾ പഠിച്ചു അല്ലേ. ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകൾ നമ്മളിപ്പോൾ പഠിച്ചു. അടുത്തതായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിളിൽ പീരിയഡിലും അതുപോലെ തന്നെ ഗ്രൂപ്പിലും എലമെൻറ്റുകളുടെ സൈസ് എങ്ങനെ വേരി ചെയ്യുന്നു എന്നാണ് ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പീരിയഡ് എടുക്കുകയാണ്. പീരിയഡാണ് കൺസിഡർ ചെയ്യുന്നത്. അലോങ് ദി പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, പീരിയഡിലൂടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റിൻ്റെ സൈസ് കുറയാണ് ചെയ്യുക. Along the period from left to right, size of an element will decrease. Okay, along the period from left to right,
size of an element decrease. Okay, along the period from left to right size of an element decrease. Okay, അങ്ങനെയാണെങ്കിൽ ഈ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും കൂടുതൽ സൈസുള്ള എലമെൻറ്റുകൾ ഏത് ബ്ലോക്കിലായിരിക്കും വരിക? ഏറ്റവും കൂടുതൽ സൈസുള്ള എലമെൻറ്റ് പീരീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏത് ബ്ലോക്കിലായിരിക്കും ഉണ്ടാവുക? എസ് ബ്ലോക്കിലായിരിക്കും അല്ലേ? കാരണം ലെഫ്റ്റ് ടു റൈറ്റിൽ പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ ലിഥിയം സെക്കൻഡ് പീരീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൈസുള്ളത് നമ്മുടെ ലിഥിയം, അതിനേക്കാൾ കുറച്ച് സൈസ് കുറവാണ് ബെറിലിയം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? സൈസ് കുറഞ്ഞു വരികയാണ് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസുള്ള എലമെൻറ്റുകൾ ഉള്ളത് നമ്മുടെ എസ് ബ്ലോക്കിലാണ്. ഓക്കെ, അതുപോലെ ആണെങ്കിൽ ഏറ്റവും കുറവ് സൈസുള്ള എലമെൻറ്റ് ഏത് ബ്ലോക്കിലായിരിക്കും? ഏറ്റവും കുറവ് സൈസുള്ളത് നമ്മുടെ പി ബ്ലോക്കിലായിരിക്കും അല്ലേ? പി ബ്ലോക്കിലായിരിക്കും. കാരണം ഫ്രം പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എലമെൻറ്റുകളുടെ സൈസ് കുറയാണ്. ഓക്കെ, ഇതാണ് പീരീഡിൻ്റെ കേസ്. ഇനി നമുക്ക് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഗ്രൂപ്പിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം size of the element will increase. From top to bottom size of the element will decrease along the group from top to bottom size of element will increase. ഗ്രൂപ്പിൽ മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എലമെൻറ്റിൻ്റെ സൈസ് കൂടും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് എടുക്കാം നമുക്ക്. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ സൈസുള്ള എലമെൻറ്റ് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ സൈസുള്ള എലമെൻറ്റ് താഴെ വരുന്ന ഫ്രാൻഷ്യം ആയിരിക്കും ഒന്നാമത്തെ ഗ്രൂപ്പിൽ, ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലേ? ഏറ്റവും കുറവ് നമ്മുടെ ഹൈഡ്രജൻ ആയിരിക്കും. ഏറ്റവും സൈസ് കുറവുള്ള എലമെൻ്റ് ആയിരിക്കും ഗ്രൂപ്പിൽ ഏറ്റവും ടോപ്പിലുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൈസുള്ളത് നമ്മുടെ റേഡിയം അല്ലേ? ഏറ്റവും കൂടുതൽ സൈസുള്ളത് താഴെയാണ് വരിക, അത് റേഡിയമാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ. ഏറ്റവും കുറവ് സൈസുള്ളത് ബെറിലിയം സെക്കൻഡ് ഗ്രൂപ്പിൽ ടോപ്പിലുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പുകളിൽ സൈസ് വേരി ചെയ്യുന്നത്. ഫ്രം ടോപ്പ് ടു ബോട്ടം സൈസ് ഓഫ് ദി എലമെൻറ്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അലോങ് ദി പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഓഫ് ദി എലമെൻറ്റ് ഡിക്രീസ്. പീരിയഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എലമെൻറ്റുകളുടെ സൈസ് എന്താകും? കുറയും. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അലോങ് ദി ഗ്രൂപ്പ് ഫ്രം ടോപ്പ് ടു ബോട്ടം size of the element will increase. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അയോണൈസേഷൻ എനർജി എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞു, വാലൻസി എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലെ എലമെൻസുകൾ അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിൻ്റെയും കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ കോമൺ ക്യാരക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതൊക്കെ ഗ്രൂപ്പുകൾ ചേർന്നതാണ്? എസ് ബ്ലോക്ക് ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും, പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും ചേർന്നതാണ് എന്ത്? എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നാണ് വിളിക്കുക. ഫസ്റ്റ് ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽസ് എന്നാണ് വിളിക്കുക. ഓക്കെ, രണ്ടാമത്തെ ഗ്രൂപ്പിനെ, സെക്കൻഡ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽസ് എന്നും സെക്കൻഡ് ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് വിളിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻസിനെ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് രണ്ട് ഗ്രൂപ്പിലുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള എലമെൻസിനെ എസ് ബ്ലോക്ക് എലമെൻസ് എന്ന് വിളിക്കുന്നത്? കാരണം ഇവയുടെ
ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ലാകുന്നത് എസ് സബ് ഷെല്ലിലായതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിനെ നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ലാകുന്നത് എസ് സബ് ഷെല്ലിലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവയെ എസ് ബ്ലോക്ക് എലമെൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെയാണോ എന്ന് നോക്കാം. നമ്മുടെ സോഡിയം ഒരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s1 ഉണ്ടോ. ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ലായിരിക്കുന്നത് അല്ലേ, 3s1. അപ്പോൾ ഏത് സബ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ലായിരിക്കുന്നത്? എസ് സബ് ഷെല്ലിൽ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത് സോഡിയത്തിൻ്റെ കേസാണ്. എസ് ബ്ലോക്കിലെ ഏതൊരു എലമെൻറ്റും നമ്മളെടുത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ലാകുന്നത് എസ് സബ് ഷെല്ലിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എസ് ബ്ലോക്കിലുള്ള എലമെൻസിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇവയുടെ ക്യാരക്ടേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത്, ഈ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം തന്നെ മെറ്റൽസ് ആയിരിക്കും. ഓക്കെ, more metallic character, they have more metallic character, more metallic character. ഓക്കെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് അല്ലെങ്കിൽ എസ് ബ്ലോക്കിലെ എലമെൻറ്റ്സ് എല്ലാം തന്നെ മെറ്റൽസ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ഒരു പോയിൻ്റാണ്, they have less ionization energy. ഓക്കെ, എസ് ബ്ലോക്ക് എലമെൻസുകൾക്ക് പൊതുവെ അയണൈസേഷൻ എനർജി കുറവായിരിക്കും. എങ്ങനെയാണത് വരിക? നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിളിൽ പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് ഏത് പീരിയോഡിക് ടേബിളിൽ ഏത് ഭാഗത്തായിരിക്കും? നമ്മുടെ ലെഫ്റ്റ് സൈഡ്, എക്സ്ട്രീം ലെഫ്റ്റിലായിരിക്കും. എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ഈ രണ്ട് പീരീഡുകളാണ് ഏതൊക്കെ? ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. അപ്പോൾ അതിലുള്ള എലമെൻസുകൾക്കല്ലേ ഏറ്റവും കൂടുതൽ സൈസ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ സൈസ് ഉള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എസ് ബ്ലോക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സൈസ് കൂടിയാൽ എന്താണ് അയണൈസേഷൻ എനർജിക്ക് സംഭവിക്കുക? സൈസ് കൂടിയാൽ അയണൈസേഷൻ എനർജി കുറയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിന് അയണൈസേഷൻ എനർജി കുറവാണ് എന്ന്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ക്യാരക്ടറാണ്, ദേ ഹാവ് ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. They have less electronegativity. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഷെയർഡ് പെയർ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ആറ്റത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വരുന്നത് ഷെയറിങ് എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് അല്ലേ. ഷെയറിങ് എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഷെയറിങ് വഴി ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന കൺസെപ്റ്റ് വരുന്നത്. കാരണം ഷെയറിങ് നടന്നാലേ ഇലക്ട്രോനെഗറ്റിവിറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇവിടെ എസ് ബ്ലോക്ക് എലമെൻസുകൾക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ 2 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും ഈ എസ് ബ്ലോക്ക് എലമെൻസുകൾക്ക് ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ ലോസ് ചെയ്താൽ എന്താകും? സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ അവ എപ്പോഴും ശ്രമിക്കുക ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ ലോസ് ചെയ്യാനാണ്. ഷെയർ ചെയ്യാൻ അവ ഒരിക്കലും ശ്രമിക്കില്ല. എപ്പോഴും ലോസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് എസ് ബ്ലോക്കിലെ എലമെൻസുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഷെയറിങ് എന്നുള്ളൊരു പ്രോസസ്സ് വരാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അവയ്ക്ക് ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് എന്ന്. ഓക്കെ, നാലാമത്തെ ഒരു ക്യാരക്ടറാണ് എസ് ബ്ലോക്ക് എലമെൻസുകളുടെ നാലാമത്തെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് പറയാം, ദേ ഷോ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള, അതായത് നമ്മുടെ എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റ്സ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കുള്ളൂ എന്ന്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എസ് ബ്ലോക്കിലെ ഒരു എലമെൻ്റാണ് സോഡിയം, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ് സോഡിയം. ഇതിന് അറ്റോമിക് നമ്പർ 11.
ഇതിനെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s1 എന്നാണ് എഴുതുക. നമ്മൾ പറഞ്ഞു എസ് ബ്ലോക്ക് എലമെൻസുകൾക്ക് എപ്പോഴുമുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണെ ലോസ് ചെയ്ത് ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കുക. അങ്ങനെ ഈ ഒരു ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഈ ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്ത സോഡിയത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Na+1 എന്നാണ്. ഓക്കെ, Na+1 അല്ലെങ്കിൽ Na+1 അല്ലെങ്കിൽ Na+. ഓക്കെ, അതായത് ഈ Na1+ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 1 ഉദ്ദേശിക്കുന്നത് ലോസ് ചെയ്ത ഇലക്ട്രോൺ. ഓക്കെ, ലോസ് ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ഈ 1 എഴുതിയതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോസ് ചെയ്തു അല്ലെങ്കിൽ ഇലക്ട്രോണെ വിട്ടുകൊടുത്തു എന്നാണ് ഈ പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സോഡിയം നമ്മുടെ എസ് ബ്ലോക്കിൽ വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. ഇത് ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും ഇങ്ങനെയാണ് വരിക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അതിനെ എപ്പോഴും ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ആ ഗ്രൂപ്പിലുള്ള എലമെൻസുകൾക്ക്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻസിന് എപ്പോഴും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസ്, എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലെ ഒരു എലമെൻ്റാണ് Mg, മഗ്നീഷ്യം. അതിന് അറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 എന്നാണ് നമ്മൾ എഴുതുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. എപ്പോഴും ശ്രമിക്കുക ഈ ഒരു 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനാണ് അവ ശ്രമിക്കുക. അപ്പോൾ ഈ 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ടുള്ള മഗ്നീഷ്യത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Mg2+ എന്നാണ്. Mg2+. ഈ 2 ഉദ്ദേശിക്കുന്നത് വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണം, ഈ പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണെ ലോസ് ചെയ്തു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? അതായത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എപ്പോഴും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക, അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസ് ആണ് ഞാനിവിടെ കാണിച്ച സോഡിയത്തിൻ്റെ കേസ്. സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഒരു കേസാണ് ഇവിടെ കാണിച്ച മഗ്നീഷ്യത്തിൻ്റെ കേസ്. 2 കേസിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നിരിക്കുന്നത് എന്താണ്? പ്ലസ് ആണ്, അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് 4ാമത്തെ ഒരു ക്യാരക്ടർ. ഓക്കെ, ഇനി 5ാമത്തെ ഒരു ക്യാരക്ടർ, 5ാമത്തെ ക്യാരക്ടറായിട്ട് നമുക്ക് എഴുതാം they form ionic bond. Okay, they form ionic bond. അതായത് എസ് ബ്ലോക്കിലെ എലമെൻസുകൾ നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുത്താണ് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ഫോം ചെയ്യുന്ന ബോണ്ട്, അതിനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് 2 ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് ഉണ്ടാകുന്ന ബോണ്ട്, അതിനെയാണ് നമ്മൾ കോവാലൻ ബോണ്ട് എന്ന് പറയുന്നത്. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് വേറൊരു ആറ്റവുമായി ഫോം ചെയ്യുന്ന ബോണ്ട്, അതാണ് അയോണിക് ബോണ്ട്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുക. അതാണ് 5th ക്യാരക്ടറായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ദേ ഫോം അയോണിക് ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. പി ബ്ലോക്ക് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൽ 13th ഗ്രൂപ്പ് മുതൽ 18th ഗ്രൂപ്പ് വരെയുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എന്ന് പറയുന്നത്, അല്ലേ? 13th ഗ്രൂപ്പ് മുതൽ 18th ഗ്രൂപ്പ് വരെയുള്ള എലമെൻറ്റ്സ്. മെയിൻലി ഈ ബ്ലോക്കിൽ 4 തരം ക്യാരക്ടേഴ്സ് ഉള്ള എലമെൻറ്റ്സുകളാണുള്ളത്. അതായത് ഒന്ന് മെറ്റാലിക് ക്യാരക്ടേഴ്സ് ഉള്ള എലമെൻറ്റ്സ് ഉണ്ട്, അതായത് നമ്മുടെ മെറ്റൽസ്. പിന്നെ നോൺ മെറ്റാലിക് ക്യാരക്ടേഴ്സ് ഉള്ള നോൺ മെറ്റാലിക് ക്യാരക്ടേഴ്സ് ഉള്ള എലമെൻറ്റ്സ്. പിന്നെ മെറ്റലോയിഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ
മെറ്റലിൻ്റെ ക്യാരക്ടറും കാണിക്കും, നോൺ മെറ്റലിൻ്റെ ക്യാരക്ടറും കാണിക്കും, അങ്ങനെയുള്ള എലമെൻറ്റ്സ്. പിന്നെ നമ്മുടെ നോബിൾ ഗ്യാസസ് ഇങ്ങനെ 4 തരം ക്യാരക്ടേഴ്സ് കാണിക്കുന്ന എലമെൻറ്റ്സ് ആണ് നമ്മുടെ പി ബ്ലോക്കിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിൻ്റായിട്ട് എഴുതാം, ഇറ്റ് കണ്ടെയ്ൻ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ആൻഡ് നോബിൾ ഗ്യാസസ്. രണ്ടാമത്തെ പോയിൻ്റ്, ദേ ഹാവ് ഹൈ അയോണൈസേഷൻ എനർജി. പി ബ്ലോക്കിലെ എലമെൻസിന് പൊതുവെ അയണൈസേഷൻ എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിളിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എലമെൻസിൻ്റെ സൈസ് എന്താകും? കുറയും അല്ലേ? സൈസ് കുറയും. അപ്പോൾ ഏറ്റവും കുറവ് സൈസുള്ള എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഭാഗത്താണ് വരിക? ഏറ്റവും റൈറ്റ് സൈഡിൽ അല്ലേ? അതായത് നമ്മൾ പി ബ്ലോക്കിൽ. അപ്പോൾ ഏറ്റവും കുറവ് സൈസുള്ള എലമെൻറ്റ്സ് ഉള്ളത് ഏതിലാണ്? പി ബ്ലോക്കിലാണ്. നമ്മൾ പറഞ്ഞു എലമെൻസിൻ്റെ സൈസ് കുറഞ്ഞാൽ അയണൈസേഷൻ എനർജി എന്താകും? കൂടും അല്ലേ? അല്ലെങ്കിൽ ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പി ബ്ലോക്ക് എലമെൻസിന് സൈസ് കുറവായതുകൊണ്ട് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, രണ്ടാമത്തെ ഇനി അടുത്തൊരു ക്യാരക്ടറാണ് ദേ ഹാവ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിന് ഷെയർഡ് പെയർഡ് ഇലക്ട്രോണിനെ അതിനോടടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ? ഈ പി ബ്ലോക്കിലെ എലമെൻസിന് പൊതുവേ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ എസ് ബ്ലോക്കിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് അവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ എന്ന്, ഒന്നോ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണ് വിട്ടുകൊടുത്താൽ അവയ്ക്ക് എന്താകും? സ്റ്റേബിൾ ആകുന്നു. എന്നാൽ നമ്മുടെ പി ബ്ലോക്കിലെ എലമെൻസിൻ്റെ അടുത്ത് പി ബ്ലോക്കിലെ എലമെൻസിന് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ളൊരു കഴിവില്ല. ഓക്കെ, ഇലക്ട്രോണുകളെ അവ വിട്ടുകൊടുക്കില്ല പൊതുവേ. ഓക്കെ, എല്ലാ എലമെൻസും ഇല്ല, ചില എലമെൻറ്റ്സ് നോൺ മെറ്റൽസ് ഒക്കെ. അപ്പോൾ അവ എന്താ ചെയ്യുക? ഒരു റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അവയുടെ കയ്യിലുള്ള ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അവയുടെ കയ്യിലുള്ള ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ ഷെയർ വേറൊരു എലമെൻറ്റുമായി റിയാക്ഷനിൽ അല്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇവയിൽ നിന്നും നമ്മുടെ പി ബ്ലോക്ക് എലമെൻസിൽ നിന്നും ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഏതുമായിട്ടാണോ അവർ റിയാക്ട് ചെയ്യുന്നത് ആ എലമെൻറ്റിൽ നിന്നും ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യും. അങ്ങനെ ഈ ഷെയർ പെയർ അതായത് പി ബ്ലോക്കിലെ എലമെൻസിൻ്റെ ഇലക്ട്രോണുകളും അതുപോലെ തന്നെ രണ്ടാമതായി അത് ഏത് എലമെൻറ്റുമായിട്ടാണോ റിയാക്ട് ചെയ്യുന്നത് അതിൽ നിന്നുള്ള ഇലക്ട്രോണുകളും ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു പി ബ്ലോക്ക് എലമെൻസുകൾക്ക് പൊതുവേ എന്താണ്? സൈസ് കുറവാണ്. അപ്പോൾ ഇവയുടെ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഷെയർ ചെയ്ത ഇലക്ട്രോൺ എവിടെയാണുള്ളത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ് ഉള്ളത്. ഇവയെ ഈ പി ബ്ലോക്ക് എലമെൻസിൻ്റെ ന്യൂക്ലിയസ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദേ ഹാവ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. നിങ്ങൾ ഇതിൻ്റെ റീസണ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, ദേ ഹാവ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, അതിൻ്റെ ക്യാരക്ടർ ചോദിക്കുമ്പോൾ. ഓക്കെ, ഇനി അടുത്തൊരു ക്യാരക്ടറാണ് ദേ ഷോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം പി ബ്ലോക്ക് എലമെൻറ്റ്സ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം എന്താണ്? അവയിൽ നമ്മൾ പറഞ്ഞു മെറ്റൽസ് ഉണ്ട് എന്ന്. അപ്പോൾ പി ബ്ലോക്കിലുള്ള മെറ്റൽസ് ഒക്കെ എന്താണ്? പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക. നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് പി ബ്ലോക്കിലുള്ള നോൺ മെറ്റൽസുകളാണ്. ഓക്കെ, നോൺ മെറ്റൽസുകളാണ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ
അതിൽ അടുത്തൊരു ക്യാരക്ടർ എടുത്ത് നമുക്ക് എഴുതാം. ദേ ഷോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് ഏതൊക്കെ ഗ്രൂപ്പുകൾ ചേർന്നതാണ് നമ്മൾ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്? 3rd ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ള എലമെൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് അവയെ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയാൻ കാരണം? അതിനുള്ള കാരണം ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലാകുന്നത് അവയുടെ പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള ഡി സബ് ഷെല്ലിലാണ്. പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള ഡി സബ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ലാകുന്നത്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ദ ഡി സബ് ഷെൽ ഓഫ് ദി പെനൾട്ടിമേറ്റ് ഷെൽ. ഇവിടെ വന്നൊരു പുതിയ വേർഡാണ് പെനൾട്ടിമേറ്റ് ഷെല്ല് എന്നല്ലേ. പെനൾട്ടിമേറ്റ് ഷെല്ല് അല്ലേ. എന്താണ് ഈ പെനൾട്ടിമേറ്റ് ഷെല്ല് എന്നാണ് ഈ നമ്മൾ നോക്കുന്നത്. ഓക്കെ, പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ല്, ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ല്, അതിനെയാണ് നമ്മൾ പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ ഇലക്ട്രോണുകൾ വന്ന് ഫില്ലാകുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിൻ്റെ ഡി സബ് ഷെല്ലിൽ, അതായത് ഇതിൻ്റെ പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള ഡി സബ് ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ വന്ന് ഫില്ലാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവയെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ ആദ്യം നമുക്ക് പറയാം ഈ ഡി ബ്ലോക്കിലെ എല്ലാ എലമെൻറ്റ്സും എന്താണ്? മെറ്റൽസ് ആണ്. അപ്പോൾ ദീസ് ഓൾ ആർ മെറ്റൽസ്. ഓക്കെ, മെറ്റൽസ്. രണ്ടാമത്തെ ഒരു ക്യാരക്ടറാണ് ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. എന്താണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എഫ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. എഫ് അറ്റോമിക് നമ്പർ 26. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഞാൻ ഷെൽ ഓർഡറിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഇതാണ് എഫ് ഇലക്ട്രോണിക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി രണ്ട് കോമ്പൗണ്ടുകളുണ്ട്, FeCl2 അതുപോലെ തന്നെ FeCl3. ഈ രണ്ട് കോമ്പൗണ്ടിലും എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ പോവുകയാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്ന മെത്തേഡ് നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് ഈ രണ്ട് കോമ്പൗണ്ടിലും കാണുന്നത്. ആദ്യം FeCl2 എടുക്കാം. നമുക്ക് കാണേണ്ടത് Fe, അതിനെ നമ്മൾ X എന്ന് എടുക്കുന്നു, പ്ലസ് നമുക്കറിയാം Clൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എത്രയാണ്? -1 ആണ് അല്ലേ. 2 ഇൻറ്റു ഈ 2 എന്ന് ഉദ്ദേശിച്ചത് 2 ക്ലോറിൻ ഉണ്ട് അല്ലേ. FeCl2ൽ 2 ക്ലോറിൻ ഉണ്ട്. അതുകൊണ്ട് 2 ഇൻറ്റു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Cl -1 ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കാണാം. എക്സിൻ്റെ വാല്യൂ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു -1 എത്രയാണ്? -2. എക്സ് -2 ഈക്വൽ ടു 0 വരും. എക്സ് ഈക്വൽ ടു അപ്പോൾ +2. ഓക്കെ, അപ്പോൾ FeCl2ൽ എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ഓക്കെ, ഇനി FeCl3ൽ എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. എക്സ് പ്ലസ് 3 ഇൻറ്റു -1 ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു +3 എന്ന് കിട്ടും. ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുമ്പോൾ നമുക്ക് വാല്യൂ +3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ FeCl3ൽ എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. ഈ FeCl2ൽ എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ +2 ആണെന്ന് പറഞ്ഞു. Fe2+ അല്ലെ, Fe2+, അതായത് എഫിയിൽ നിന്നും 2 ഇലക്ട്രോൺ ലോസ് ചെയ്തിരിക്കുന്ന അയോൺ അല്ലേ. Fe2+ എന്ന് പറഞ്ഞാൽ എഫിയിൽ നിന്നും 2 ഇലക്ട്രോൺ ലോസ് ചെയ്തത്. Fe3+ എന്ന് പറഞ്ഞാൽ എഫിയിൽ നിന്നും 3 ഇലക്ട്രോൺ ലോസ് ചെയ്തിരിക്കുന്ന അയോൺ അല്ലേ. എഫിയിൽ നിന്നും 3 ഇലക്ട്രോൺ ലോസ് ചെയ്തിരിക്കുന്ന അയോൺ. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് Fe2+ൻ്റെയും Fe3+ എന്ന അയോണിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അതായത് Fe2+ എന്ന് പറഞ്ഞാൽ എഫിയിൽ നിന്ന് 2 ഇലക്ട്രോൺ ലോസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ Fe3+ എന്ന് പറഞ്ഞാൽ എഫിൽ നിന്ന് 3 ഇലക്ട്രോൺ ലോസ് ചെയ്തിരിക്കുന്ന അയോൺ. ഓക്കെ, ഈ രണ്ട് അയോണിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഞാൻ എഴുതുന്നത്. ആദ്യം Fe2+ നോക്കാം. ഓക്കെ, Fe2+ എഴുതാൻ പോവാണ്. 1s2 2s2 2p6
3s2 3p6 3d6. ഓക്കെ, 4s2 വരില്ല, കാരണം അത് Fe-യുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതിൽ നിന്ന് ആ 2 ഇലക്ട്രോൺ പോയതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന Fe2+. ഓക്കെ, ഇതാണ് Fe2+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി Fe3+ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 3d5. Fe3+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഡിയിൽ നിന്നും ഒരു ഇലക്ട്രോണും പാടെ പോയിട്ടുണ്ട് അല്ലേ. ഇതുവരെ നമ്മൾ പഠിച്ചത് എസ് ബ്ലോക്ക് ആണെങ്കിലും പി ബ്ലോക്ക് ആണെങ്കിലും ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകൾ പോകുന്നത് അവയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് അല്ലേ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺ പോകുകയെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. പക്ഷേ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ ചില നേരങ്ങളിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള ഡി സബ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോണുകൾ പോകും. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിൽ നിന്ന് മാത്രമല്ല, അവയുടെ പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള ഡി സബ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോണുകൾ പോകും. അതിനുള്ള കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലുകൾക്കും പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള ഡി സബ് ഷെല്ലുകൾക്കും എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഔട്ടർമോസ്റ്റ് എസ് സബ് ഷെൽ ആൻഡ് ദി പെനൾട്ടിമേറ്റ് ഡി സബ് ഷെൽ ഓഫ് ദി ട്രാൻസിഷൻ എലമെൻറ്റ് ഈസ് വെരി ലെസ്. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് തന്നെ വെരി സ്മോൾ. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് തന്നെ സൂട്ടബിൾ കണ്ടീഷൻസിൽ ഈ ഡി സബ് ഷെല്ലിൽ നിന്നും പാടെ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് മാത്രമല്ല, പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള ഡി സബ് ഷെല്ലിൽ നിന്നും അതുപോലെ തന്നെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിൽ നിന്നും, ഈ 2 സബ് ഷെല്ലുകളിൽ നിന്നും ഇലക്ട്രോണുകൾ ലോസ് ആകും. ഓക്കെ, അതുകൊണ്ടാണ് ഇവ ഇങ്ങനെയുള്ള ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അതായത് Fe2+ എന്നും Fe3+ എന്നും ഉള്ള വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു ടേബിൾ പേജ് നമ്പർ 26 ഈ ഒരു ടേബിളിലുണ്ട് അതിൻ്റെ റീസണ്. In the case of transition elements, the difference in energy between the outermost S subshell and the penultimate D subshell is very small. Hence, under suitable conditions, the electrons in the D subshell also take part in chemical reactions. Hence, the transition elements show variable oxidation states. Okay, അപ്പോൾ അതുകൊണ്ടാണ് അവ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കോമൺ ക്യാരക്ടറാണ് ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കളേർഡ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഏതൊക്കെയാണ്? ഒന്ന്, ഡി ബ്ലോക്കിലുള്ള എല്ലാം തന്നെ എന്താണ്? മെറ്റൽസ് ആണ്. രണ്ടാമത്, അവ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. മൂന്നാമത്, അവ കളേർഡ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ 2 പീരീഡ്, ഇതിനെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ ആദ്യത്തെ പീരീഡിനെ നമ്മൾ ലാന്തനോയിഡ്സ് എന്നും രണ്ടാമത്തെ പീരീഡിനെ നമ്മൾ ആക്റ്റിനോയിഡ്സ് എന്നുമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവയെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കാനുള്ള കാരണം? അതിന് കാരണം ഇവയിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ലാകുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള എഫ് സബ് ഷെല്ലിലാണ്. പെനൾട്ടിമേറ്റ് ഷെല്ല് എന്താണെന്ന് പറഞ്ഞു? ലാസ്റ്റ് ഷെല്ലിൻ്റെ മുന്നേ ഉള്ള ഷെല്ല്. അപ്പോൾ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഷെല്ലിൻ്റെ മുന്നിലുള്ള ഷെല്ലിൻ്റെ
മുന്നിലുള്ള ഷെല്ല്, അതായത് ലാസ്റ്റ് ഷെല്ലിൻ്റെ മുന്നിലുള്ള ഷെല്ല്, അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ല്. ഇവയിൽ എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ ഇലക്ട്രോണുകൾ വന്ന് ഫില്ലാകുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിലെ എഫ് സബ് ഷെല്ലിലാണ്. എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ ഇലക്ട്രോണുകൾ വന്ന് ഫില്ലാകുന്നത്. ഓക്കെ, ഇതിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. ഒന്ന്, ലൈക്ക് ദ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് മോസ്റ്റ് ഓഫ് ദീസ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞു ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ത് കാണിക്കും? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അതുപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനും മോസ്റ്റ് ഓഫ് ദ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. മോസ്റ്റ് ഓഫ് ദി ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആൻഡ് ആർ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ രണ്ടാമത്തെ പീരീഡ് അല്ലേ, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിലെ രണ്ടാമത്തെ പീരീഡിനെയാണ് നമ്മൾ ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇവയിൽ അധികം റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. ആക്ടിനോയിഡ്സിൽ ഉള്ള അധികം എലമെൻസും റേഡിയോ ആക്റ്റീവും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലി നമ്മൾ സിന്തസൈസ് ചെയ്തിട്ടുള്ള, നാച്ചുറലി ഒക്കറിങ് അല്ല, നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആണെന്നാണ് രണ്ടാമത്തെ ക്യാരക്ടർ. ഓക്കെ, പിന്നെ യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം എക്സെട്ര ആർ യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഈ പറയുന്ന എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം, ഓക്കെ, ഇവ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൻ്റെ ഫ്യൂവൽസ് ആയിട്ട് ഈ പറയുന്ന എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മെനി ഓഫ് ദം ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്.